പാലക്കാട് മത്സരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയ ബോധം എന്താണെന്ന് നാട്ടുകാർ കേൾക്കണം. ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാടാണ്. പലസ്തീൻ വിഷയത്തിൽ നമ്മൾ എന്തിന് അഭിപ്രായം പറയണം? എറണാകുളത്തെ സ്കൂളിലെ ഹിജാബ് വിഷയം നമ്മൾ എന്തിന് ചർച്ച ചെയ്യണം? ഇതിനൊക്കെ ഞാൻ എന്തിന് അഭിപ്രായം പറയണം? ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഈ അഭിപ്രായത്തെ പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയ സന്ദർഭത്തിൽ ഒരു മിമിക്രി കലാകാരന്റെ രാഷ്ട്രീയ ബോധവും ചിന്തയും കാഴ്ചപ്പാടും എത്രത്തോളം ഉണ്ടെന്നും സന്ദേശം സിനിമാ നിലവാരത്തിൽ നിന്ന് ഒരു പൊടി പോലും ഉയർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനെയാണോ രാഷ്ട്രീയത്തിന് ആവശ്യമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്. പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും. ഒരു സംസ്ഥാനം മുഴുവൻ, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ. അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമിന ചേച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ട്: സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്. പിടുത്തം കിട്ടിയോ? ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് രമേശ് പിഷാരടി എന്ന മിമിക്രി കലാകാരന്റെ രാഷ്ട്രീയ ബോധവും ജനസേവനവും. പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ നമ്മൾ ഇവിടെ പ്രതിഷേധിച്ചതുകൊണ്ട് അവരവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? അത്തരം പ്രതിഷേധങ്ങളൊന്നും ഒരു റിസൾട്ട് ഇല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതാണത്രേ അത്തരം പ്രതിഷേധവും ഐക്യദാർഢ്യപ്പെടലുമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്, ഈ കാഴ്ചപ്പാടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് മനുഷ്യരുടെ വിശാലമായ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? ചിന്തിക്കേണ്ട കാര്യമാണ്. ചില പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് സാധാരണയായി വേണ്ട ഒരു കാഴ്ചപ്പാടുമില്ലാത്ത, ഒരു ചിന്താഗതിയുമില്ലാത്ത, അടിമുടി സത്യനന്ദിക്കാട് നിലവാരത്തിലുള്ള ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൊണ്ട് തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തെയൊക്കെയാണ് ചില പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് കൊണ്ടുവന്ന് ഇറക്കി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ചിന്താഗതിയുമായി ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മാറാൻ കഴിയും? ഒരിക്കലുമില്ല. കാര്യം, വ്യക്തിക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വിഷമമോ വേദനയോ വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കണം. അവിടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ചിന്തയുണ്ടാകണം. ഞാനെന്ന സേഫ് സോണിൽ ഇരിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലും പ്രിവിലേജുള്ള ജീവിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വിദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളും മനുഷ്യർ നേരിടുന്ന അരക്ഷിതാവസ്ഥയൊക്കെ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വെറും പുച്ഛമാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, അതിന് ഐക്യദാർഢ്യപ്പെടുന്നത്, അതിനുവേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നതൊക്കെ എന്തിനെന്ന് അദ്ദേഹം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കാഴ്ചപ്പാട് കൊണ്ടാണ്. അതുകൊണ്ട് ചിന്തയുള്ള മനുഷ്യർ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് ജനപ്രതിനിധിയായി വേണ്ടത് എന്ന് ആലോചിക്കുക. ആലോചിച്ച് വേണം വോട്ട് കുത്താൻ. അല്ലെങ്കിൽ പരിണിത ഫലം വളരെ വലുതായിരിക്കുമെന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ.